ഹായ് ഫ്രണ്ട്സ്, ഹോട്ടൽസ് പ്രാന്തൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് എൻ്റെ കയ്യിലുള്ള ഹോട്ട് വീൽസ് എക്സോട്ടിക് സീരീസിലെ സൂപ്പർ കാർസ് ആണ്. എനിക്ക് സൂപ്പർ കാർസ് കളക്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ഒന്നും തുറന്നിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുവരെ 8 ഉണ്ട്. അതിൽ ആദ്യത്തെ 4 നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വണ്ടി മെക്ലാരൻ സെന. ഈ വണ്ടീനെക്കുറിച്ച് നിങ്ങൾ കുറേ കേട്ടിട്ടുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണിത്. ഇത് പല പല കളേഴ്സിലുണ്ട്. വേറെ കളേഴ്സൊക്കെ കിട്ടിയാലും ഞാൻ മേടിക്കും. ഇതിലിത് നല്ലൊരു ഓറഞ്ചാണ്. നല്ല വലിയ സ്പോയിലർ ഉണ്ട്. നമുക്കിപ്പോൾ ഇവനെ തുറക്കാം. അടിപൊളിയാണ്, നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നമുക്കപ്പോൾ ഇവനെ സ്റ്റേജിൽ വെച്ച് നോക്കാം. മെക്ലാരൻ സെന എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സൂപ്പർ കാറാണിത്. അപ്പം അതിൻ്റെ തന്നെ ഹോട്ട് വീൽസ് വണ്ടി കിട്ടിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. അപ്പോൾ ഇതിൻ്റെ നല്ല വലിയൊരു സ്പോയിലറാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ചുറ്റിനും ഒരു വൈഡ് ബോഡി കിറ്റ് പോലെ ഗ്രേ കളറിൽ നിങ്ങൾക്ക് കാണാം. ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ് ഒരു രക്ഷയില്ലാത്തത്. ആ ഒരു ഡിഫ്യൂസറൊക്കെ വന്നിട്ട് പിന്നെ ലൈറ്റിലൊക്കെ നല്ല ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. വീൽസ് ആവറേജ് ആണെന്നേ പറയാൻ പറ്റുള്ളൂ. നമ്മൾ വേറെ പല ഹോട്ട് വീൽസിലും ഈ വീൽസ് കണ്ടിട്ടുണ്ട്. ഇതിനും ഏതായാലും നന്നായിട്ട് ചേരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു എടുത്ത് പറയാവുന്ന കാര്യം ഇതിൻ്റെ ഓറഞ്ച് ബ്ലാക്ക് കളർ കോമ്പിനേഷനാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ, അടുത്തതായി 2016 ബുഗാട്ടി ഷിറോൺ. നല്ല ബ്ലൂ കളറാണ്. ഇത് എക്സോട്ടിക് സീരീസിലെ 7ാമത്തെ വണ്ടി. ഇപ്പം എല്ലാ വർഷവും ഇതുപോലെ സീരീസ് ഉണ്ട്. അതായത് ഇത് 2019 ആണ്. 19 ഇറങ്ങിയ കാസ്റ്റിംഗ് ആണിത്. അപ്പോൾ 2019 10 കാസ്റ്റിംഗ് ഉണ്ടാവും ഹോട്ട് വീൽസ് എക്സോട്ടിക് സീരീസിൽ. അപ്പോൾ അതിലെ 7ാമത്തെ വണ്ടിയാണിത്. ഓക്കെ, ഇതിൻ്റെ ഹെഡ്ലൈറ്റിലൊന്നും ഡീറ്റെയിലിംഗ് ഇല്ല. അത് മാത്രമേ ഉള്ളൂ ഇതിനുള്ളൊരു കുറവ്. പക്ഷേ വണ്ടി അടിപൊളിയാണ്. നൈസാണ്, നല്ല തിളക്കമുള്ള പെയിൻ്റാണ്. ഓക്കെ, നമുക്ക് കൂടുതലിപ്പോൾ സ്റ്റേജിൽ വെച്ച് നോക്കാം. ബുഗാട്ടി ചിറോൺ. ഇപ്പോൾ ഞാൻ കുറേ തപ്പി നടന്നിട്ടാണ് എനിക്ക് ഈ വണ്ടി കിട്ടിയത്. നല്ലൊരു ബ്ലൂ കളറാണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഡീറ്റെയിൽ ഇതിൻ്റെ ഡോറിൻ്റെ ചുറ്റിനുള്ള വൈറ്റ് ലൈനാണ്, ശരിക്കുള്ള വണ്ടിയിലുള്ള പോലെ. അതുപോലെ തന്നെ ഫ്രണ്ടിൽ നിന്നാണെങ്കിൽ നല്ലൊരു ഈവിൾ ലുക്കാണ്. കൊള്ളാം. വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, അധികം കാണാത്ത ഒരു വീൽ ഡിസൈനാണ്. ഏതായാലും ഇതിന് നന്നായിട്ട് ചേരുന്നുണ്ട്. ഒരു സ്പോയിലറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. ഓക്കെ, അടുത്തത് 2016 ലംബോർഗിനി സെന്റനാരിയോ റോഡ്സ്റ്റർ. അപ്പോൾ ഇത് ഹോട്ട് വീൽസ് റോഡ്സ്റ്റർ സീരീസിലാണ്. പക്ഷെ ഇതൊരു സൂപ്പർ കാർ ആയ കാരണം ഞാൻ ഈ വീഡിയോയിൽ ഇത് തുറക്കാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ നല്ല വൈറ്റ് കളറാണ്. ബാക്കിലൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. നമുക്കപ്പോൾ ഇവനെ തുറക്കാം. അടിപൊളിയാണ്, നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. സീറ്റും സ്റ്റിയറിംഗ് വീലൊക്കെയാണ് ആയിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റേജിൽ വെച്ച് കറക്കി നോക്കാം. ലംബോർഗിനി സെന്റനാരിയോ റോഡ്സ്റ്റർ. ഈ വണ്ടി വേറെ പല കളറിലുണ്ട്. പക്ഷെ എനിക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റും അടിയിലെ ആ ഒരു റെഡ് പോർഷനും പിന്നെ ബാക്കിലെ ആ ഡിഫ്യൂസറും എല്ലാം നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ വീൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വീൽസ് തന്നെയാണ് നമ്മൾ മെക്ലാരൻ സെനയിലും കണ്ടത്. ഇതിലത് ഗ്രേ കളറാണ്. പിന്നെ ബാക്കിൽ നിന്നുള്ള വ്യൂ രക്ഷയില്ല, ആ ഡിഫ്യൂസറൊക്കെ വന്നിട്ട്. പിന്നെ ഇതൊരു റോഡ്സ്റ്റർ ആണ്, റൂഫില്ല. അപ്പോൾ നല്ല കാറ്റൊക്കെ കൊണ്ടുപോവാം. ഓക്കെ, അടുത്തത് Porsche 911 GT3 RS. അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാസ്റ്റിംഗ് ആണ്. ഈ ഗോൾഡ് സ്റ്റിക്കറിങ് നല്ല രസമാണ് ഇതിൽ കാണാൻ. നല്ല വലിയ സ്പോയിലറും ഉണ്ട്. ഇത് ഹോട്ട് വീൽസ് എക്സോട്ടിക്സിലെ 4ാമത്തെ വണ്ടി. തുറന്നു നോക്കാം. നല്ല രസമുണ്ട്. ഇവിടെ ഒരു എനിക്കാണിത് ഏതോ ഒരു ഗെയിമിലുള്ള വണ്ടിയാന്ന് തോന്നുന്നു. ജോയ്സ്റ്റിക്കിൻ്റെ ലോഗോ സ്റ്റിക്കറിങ് ഉണ്ട്. കൊള്ളാം, നല്ല രസമുണ്ട്. ഇപ്പോൾ സ്റ്റേജിലും കൂടെ ഒന്ന് വെച്ച് നോക്കാം.
Porsche 911 GT3. ഈ വണ്ടി അൺബോക്സ് ചെയ്ത് നമ്മുടെ സ്റ്റേജിൽ വെച്ച് കറക്കാനായിട്ട് കുറേ നാളായിട്ട് ഞാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. അവസാനം അത് നടന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചുറ്റിനും ആ ഗോൾഡ് കളറിലെ സ്റ്റിക്കറിങ് നല്ല രസമുണ്ട് കാണാൻ. അതിന് മാച്ചിങ് ആയിട്ട് വീൽസിലും ഒരു യെല്ലോ ലൈൻ കൊടുത്തിട്ടുണ്ട്. നല്ല വലിയ സ്പോയിലറും നല്ല ഡിഫ്യൂസറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫ്രണ്ടിലും നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. ശരിക്കുള്ള വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഗൈസ്.